നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴയിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. ഗർഭമലസിപ്പിക്കാൻ ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ. ഭർത്താവിനെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടവട്ടത്ത് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം 3-ാം ദിവസവും കണ്ടെത്താനായില്ല. രോഷാകുലരായ നാട്ടുകാർ ചിരട്ടക്കോണത്ത് റോഡ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴ എക്സ് സർവീസ് ജംഗ്ഷന് സമീപം ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് യാത്രക്കാരായ 5 പേർ മരിച്ചു. 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ വൈകിയത് പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. വ്യാഴാഴ്ച രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. തെന്മല ആഞ്ഞിലി വിളയിൽ 60-കാരനായ മുഹമ്മദ് ഹനീഫ, ഒറ്റക്കൽ കൊല്ലംപറമ്പിൽ 60-കാരനായ ഗോപിനാഥൻ, ആര്യങ്കാവ് കരയാളർമെത്തിൽ വയലിൽ വീട്ടിൽ 46-കാരിയായ റോസമ്മ സാമുവേൽ, കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവ് ഇരവികുളങ്ങരയിൽ മറിയാമ്മ എന്ന 57-കാരിയായ അമ്മിണി, ഏഴംകുളം തോലവില്ലിയിൽ 58-കാരിയായ പൊന്നമ്മ എന്നിവരാണ് മരിച്ചത്. ജീപ്പിലുണ്ടായിരുന്ന മറ്റ് 5 പേരെ ഗുരുതരമായ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെന്മലയിൽ നിന്നും കുളത്തൂപ്പുഴയിലേക്ക് പാരലൽ സർവീസ് നടത്തുന്ന ജീപ്പും മീൻ കയറ്റി വന്ന മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കുളത്തൂപ്പുഴ എക്സ് സർവീസ് ജംഗ്ഷന് സമീപത്തെ വളവിലായിരുന്നു അപകടം. മിനി ലോറിയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. ജീപ്പ് ഡ്രൈവർ ഹനീഫ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. എന്നാൽ അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും 2 മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. രക്ഷാപ്രവർത്തനത്തിന് ആംബുലൻസ് സർവീസുകൾ വൈകിയതും നാട്ടുകാരെ ക്ഷുഭിതരാക്കി. ഇത് നാട്ടുകാരും പോലീസും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിനിടയാക്കി. പിന്നീട് പിക്കപ്പ് വാനിലാണ് 2 മൃതദേഹങ്ങൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുളത്തൂപ്പുഴ തെന്മല പഞ്ചായത്തുകളുടെ ആംബുലൻസുകൾ അപകട സമയത്ത് പ്രയോജനപ്പെടാത്തതും നാട്ടുകാരെ രോഷാകുലരാക്കി. പുനലൂർ ഡിവൈഎസ്പി എൻ.എ. ബൈജു, കുളത്തൂപ്പുഴ സിഐ സജാദ്, കുളത്തൂപ്പുഴ എസ്.ഐ. സുധീഷ്, തെന്മല എസ്.ഐ. അയ്യൂബ് ഖാൻ തുടങ്ങിയവർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. റെയിൽവേ ബജറ്റിൽ കേരളം അവഗണന നേരിട്ടപ്പോഴും പുനലൂരിന് സന്തോഷിക്കാൻ വകയേറെ. പുനലൂർ കന്യാകുമാരി പാസഞ്ചർ കിഴക്കൻ മേഖലയുടെ റെയിൽവേ വികസനത്തിന് ഉണർവ് പകരും. പുനലൂർ ഗുരുവായൂർ പാസഞ്ചർ തീവണ്ടിക്കും പുനലൂർ വരെ നീട്ടിയ മധുര പാസഞ്ചറിന്റെ വരവിനും പിന്നാലെയാണ് പുനലൂരിന് പുതിയ തീവണ്ടി സർവീസ് യാഥാർത്ഥ്യമാകുന്നത്. പുനലൂർ നിന്നും കന്യാകുമാരിയിലേക്കുള്ള പുതിയ പാസഞ്ചർ സർവീസിനാണ് റെയിൽവേ ബജറ്റിൽ ഇത്തവണ പ്രഖ്യാപനമുണ്ടായത്. കേരളത്തിന് ആകെ 3 തീവണ്ടി സർവീസുകൾ മാത്രമാണ് ഈ ബജറ്റിൽ പുതുതായി അനുവദിച്ചത്. സംസ്ഥാനത്തിന് ലഭിച്ച 3-ൽ 1 തീവണ്ടി പുനലൂരിന് ലഭിച്ചത് ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. യാത്രാ സൌകര്യം മെച്ചപ്പെടുന്നതോടൊപ്പം മേഖലയിലെ റെയിൽവേ വികസനത്തിനും പുതിയ തീവണ്ടി സർവീസിന്റെ വരവ് സഹായകമാവും. നിലവിൽ 6 തീവണ്ടി സർവീസുകളാണ് പുനലൂരിൽ നിന്ന് തുടങ്ങുന്നത്. പുനലൂർ കന്യാകുമാരി പാസഞ്ചറിന്റെ വരവോടെ ഇത് 7ആയി ഉയരും. രാവിലെ 7-ന് പുനലൂരിൽ നിന്നും പുറപ്പെട്ട് 9:30 തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. കന്യാകുമാരിയിൽ ഉച്ചയ്ക്ക് 12-ന് എത്തുന്ന തീവണ്ടി ഇവിടെ നിന്നും 2 മണിക്ക് തിരിക്കും. 5-ന് തിരുവനന്തപുരത്തെത്തുന്ന പാസഞ്ചർ രാത്രി 8-ഓടെ പുനലൂരിലെത്തും. രാവിലെ 7 മണിക്ക് പുനലൂരിൽ നിന്ന് യാത്ര തുടങ്ങുന്ന തീവണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്ക് ഉപകാരപ്പെടും. ഉദ്യോഗസ്ഥർക്കും തിരുവനന്തപുരത്ത് ചികിത്സ തേടുന്ന രോഗികൾക്കുമാകും ഇത് ഏറെ പ്രയോജനപ്പെടുക. കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ ശ്രമഫലമായാണ് പുനലൂരിലേക്ക് വീണ്ടും പുതിയ പാസഞ്ചർ എത്തുന്നത്. കൂടുതൽ തീവണ്ടികൾ എത്തുന്നതോടെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുകയും മേഖലയിലെ റെയിൽവേ വികസനം കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. പുതിയ തീവണ്ടി സർവീസുകളുടെ വരവ് ജില്ലയ്ക്ക് തന്നെ നേട്ടമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെ ഓഫീസ് പ്രവർത്തനം അവതാളത്തിലായി. ഗാർഹിക കണക്ഷനുകൾക്ക് അപേക്ഷ നൽകാൻ കഴിയാതെ ജനം നെട്ടോട്ടമോടുന്നു. പത്തനാപുരം കേന്ദ്രീകരിച്ച് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. 23 കോടിയോളം രൂപ ചെലവഴിച്ച് ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി ഫെബ്രുവരി 21-ന് ഉദ്ഘാടനം നടത്തി നാടിന് സമർപ്പിക്കുമെന്ന് സ്ഥലം എംഎൽഎ കെ.ബി. ഗണേഷ് കുമാർ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ വ്യാവസായിക ഗാർഹിക കണക്ഷനുകൾക്കായി എവിടെ പോകണം, ആരെ കാണണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൊതുജനം. ജലവിതരണ കണക്ഷനും മറ്റും സ്വീകരിക്കുന്നതിനായി പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷനിൽ വില്ലേജ് ഓഫീസിനോട് ചേർന്ന് ഓഫീസ് തുറക്കണമെന്ന എംഎൽഎയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ സിവിൽ സ്റ്റേഷനിൽ ഇലക്ഷൻ വിഭാഗത്തോട് ചേർന്ന്
2 ജീവനക്കാരെ ഉൾപ്പെടുത്തി താൽക്കാലിക ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ 2 ദിവസം മാത്രമാണ് ഇതിന്റെ പ്രവർത്തനമുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പുതിയ കണക്ഷൻ സംബന്ധിച്ചും പദ്ധതിയെപ്പറ്റിയും കൂടുതൽ അറിയാനെത്തുന്ന ഗുണഭോക്താക്കൾക്ക് നിരാശയോടെ മടങ്ങാനേ നിവൃത്തിയുള്ളൂ. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി പൈപ്പ് ലൈനിന്റെയും മറ്റും പണികൾ രാത്രിയും പകലുമായി ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് പത്തനാപുരത്ത് പ്രവർത്തിപ്പിക്കാത്തത് പൊതുജനത്തെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പോലീസ് സ്റ്റേഷൻ എന്ന ദീർഘനാളത്തെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ചിതറ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ. ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ആഭ്യന്തരമന്ത്രിയാണ് ചിതറ പഞ്ചായത്തിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. വളവുപച്ച കേന്ദ്രമാക്കി ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യവുമായി ചിതറ നിവാസികൾ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. വർഷങ്ങൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചെങ്കിലും ധനകാര്യ വകുപ്പിലെ തടസ്സവും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം നൽകുന്നതിൽ വരുത്തിയ കാലതാമസവും കാരണം പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഫെബ്രുവരി 10 ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തിയപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളും അദ്ദേഹത്തിന് നേരിട്ട് നിവേദനം നൽകി. മാത്രമല്ല, പോലീസ് സ്റ്റേഷന്റെ ആവശ്യകതയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കൊട്ടാരക്കര റൂറൽ എസ്പിയുമായി വേദിയിൽ വെച്ച് ആഭ്യന്തരമന്ത്രി ചർച്ച നടത്തി. തുടർന്ന് ഡിജിപിയെ ഫോണിൽ വിളിച്ച് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിന്റെ വിവരങ്ങൾ ആരാഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വളവുപച്ചയിൽ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിൽ കടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ചിതറ പഞ്ചായത്ത്. ഭൂവിസ്തൃതിയുള്ള ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ ഉൾമേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കടക്കൽ പോലീസിന്റെ സേവനം വൈകിയാണ് ലഭിച്ചിരുന്നത്. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും ജനത്തെ പൊറുതിമുട്ടിച്ചപ്പോഴാണ് വീണ്ടും പോലീസ് സ്റ്റേഷൻ എന്ന ആവശ്യം ഉയർന്നു വന്നത്. അല്പം വൈകിയെങ്കിലും പുതിയ പോലീസ് സ്റ്റേഷന് അനുമതി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. പോലീസ് സ്റ്റേഷൻ വന്നാൽ നാടിന് നന്മയും ഉയർച്ചയും ഉണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. പോലീസ് സ്റ്റേഷൻ പറഞ്ഞത് ഇവിടെ നല്ലത് തന്നെ. കുറെ ആളായി ഇതുപോലെ വരുമെന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോഴാണ് അത് പ്രവർത്തനത്തിൽ വന്നത്. ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ വരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചതെന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറായ സണ്ണിയും പിന്നെ ഇവിടുത്തെ നാട്ടുകാരും ഇവിടെ കൊണ്ടുവരുമെന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പറഞ്ഞിട്ട് വർഷങ്ങളായി. ഇതുവരെയും ഇപ്പോഴാണ് നമ്മളെ മന്ത്രി വന്ന് കൃത്യമായി നടത്താം എന്നൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കെട്ടം നേരത്തെ അന്ന് ചോദിച്ചപ്പോഴേ കെട്ടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫേമസ് രാത്രി വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇവിടെ മിച്ചഭൂമിയുണ്ട്. അവിടെ നിന്നായിരിക്കും ഈ സ്ഥലം എടുത്ത് കെട്ടം വെച്ച് പഞ്ചായത്ത് തരുന്നത്. സാമൂഹ്യ വിരുദ്ധര ശല്യം ഒരുപാടുണ്ട് ഇവിടെ. വളവുപച്ച ചന്തയിൽ രാത്രി കാലങ്ങളിൽ കയറാൻ കഴിയില്ല. തൂക്കം വിളിയും ചീത്ത വിളിയായിട്ട് ഭയങ്കര ശല്യമാണ് അവിടെ. പോലീസ് സ്റ്റേഷൻ അത്യന്താപേക്ഷിതമായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ അത് ഇവിടെ വരുമെന്ന് ഇങ്ങനെ അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പോലീസ് സ്റ്റേഷൻ വരുന്നത് നല്ലത് തന്നെയാണ്. അതിന് പ്രവർത്തിക്കുന്ന സണ്ണിക്ക് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് മുറിയിൽ മറ്റു നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന ഏത് പ്രശ്നം ഉണ്ടായാലും ശരി എന്തൊന്നാലും നാട്ടുകാർ ഒരുപാട് തന്നെ അത് അത്യാവശ്യമാണ്. ഇവിടെ അത്യാവശ്യം നമുക്ക് ഇവിടെ ഒരു ആവശ്യമായ ഒരു കാര്യമാണ് ഒരു പോലീസ് സ്റ്റേഷൻ. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പുരോഗതികൾ ഇവിടെ ഉണ്ടാവും. ഇതിനായി 40 സെന്റ് സ്ഥലം പഞ്ചായത്ത് വിട്ടു നൽകും. കൂടാതെ താൽക്കാലികമായി സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കെട്ടിടവും നൽകും. മറ്റ് നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഗർഭമത്സിപ്പിക്കാൻ ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. ഭാര്യയുടെ പരാതിയെ തുടർന്ന് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആര്യങ്കാവ് കോട്ടവാസലിലാണ് സംഭവം. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ചാലക്കുടി സ്വദേശിനിയായ 37-കാരിയായ ജസീന്തയ്ക്കാണ് ഭർത്താവിന്റെ ക്രൂരമർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ആര്യങ്കാവ് കോട്ടവാസൽ സ്വദേശിയായ മറ്റത്തിൽ ജോഷി കുര്യനെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു. അടിവയറ്റിൽ ചവിട്ടേറ്റ യുവതിയെ അമിത രക്തസ്രാവത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോറി ഉടമയും ഡ്രൈവറുമായ ജോഷി മാസങ്ങൾക്ക് മുൻപാണ് ചാലക്കുടി സ്വദേശിനിയായ ജസീന്തയെ രജിസ്റ്റർ വിവാഹം ചെയ്തത്. ഇയാൾക്ക് ആദ്യ വിവാഹത്തിൽ 2 മക്കളുമുണ്ട്. ഇക്കാരണത്താൽ ജസീന്ത ഗർഭിണിയായതു മുതൽ ഇത് അബോർഷൻ നടത്തി ഇല്ലാതാക്കണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വഴങ്ങാത്ത യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് പതിവാക്കി. സംഭവം വിവരിച്ച് ആദ്യം തെന്മല പോലീസിന് പരാതി നൽകിയെങ്കിലും ജോഷിക്ക് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം യുവതിയെ മർദ്ദിക്കുകയും ചവിട്ടേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ പൂട്ടിയിട്ട യുവതിയെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കിയതെന്ന് തെന്മല SI പറഞ്ഞു. ആര്യങ്കാവ് ഒരു ജോഷി കുര്യൻ എന്നതാണ്. ഇയാളുടെ ഭാര്യയെ ജസി എന്ന് പറഞ്ഞ 2ാം ഭാര്യയാണ്. അദ്ദേഹം വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ഗർഭമടച്ചിപ്പോഴത്തക്ക രീതിയിലുള്ള പീഡനം ഏറ്റതായി പറയുകയും അതനുസരിച്ച് തെന്മല പോലീസ് കേസെടുക്കുകയും അതിന് പ്രകാരം പ്രതിയെ പിടിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്.
ദിവസങ്ങൾക്ക് മുൻപ് ചവിട്ടേറ്റ യുവതിക്ക് രക്തസ്രാവമുണ്ടെങ്കിലും ആശുപത്രിയിലെത്തിക്കാനും ഭർത്താവ് തയ്യാറായില്ല. ജോഷിയുടെ ആദ്യ ഭാര്യയിലുള്ള മക്കളെ സംരക്ഷിക്കുന്നതും ജസീന്തയാണ്. കുട്ടിയോടൊപ്പമാണ് യുവതി ആശുപത്രിയിൽ കഴിയുന്നത്. സഹായിക്കാനോ എന്നെ ഏറ്റെടുക്കാനോ എന്നെ സ്വീകരിക്കാനോ വേറെ ആരുമില്ല. ഞങ്ങൾ അനാഥരാണ്. ഇവിടെ വന്നപ്പോൾ 3-4 ദിവസം മുതലേ ജോഷി എന്നോട് വഴക്ക് തുടങ്ങി. ഇപ്പം ഞാൻ 1.5 മാസം ഗർഭിണിയായിരുന്നു. അബോർഷനാക്കാൻ പറഞ്ഞ് ഞാൻ എന്നെ സമ്മതിക്കാത്തതിനെ തുടർന്ന് എന്നെ എൻ്റെ 2 തുടകളിലും വരെ തുടങ്ങി മുട്ട് വരെ കമ്പെടുത്ത് അടിച്ച് എൻ്റെ വയറ്റത്തിട്ട് ചവിട്ടി എനിക്ക് അബോർഷനായി. എന്നിട്ട് എന്നെ മുറി വീട്ടിൻ്റെ അകത്ത് പൂട്ടിയിട്ടേക്കായിരുന്നു. ആസ്പത്രിയിലൊന്നും കാണിക്കാതെ നാട്ടുകാരെ രക്ഷപ്പെടുത്തി. അപ്പോൾ ആൾക്ക് ആദ്യ ബന്ധത്തിൽ 2 കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് ഈ ബന്ധത്തിൽ ഇത് രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് ഈ ബന്ധത്തിൽ എനിക്ക് കുട്ടി ഉണ്ടായിരുന്നാൽ അയാളുടെ സ്വത്ത് ഈ കുഞ്ഞിനും കൂടി വിഭജിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ കുട്ടികൾ പാടില്ല എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ എൻ്റെ തലക്കിട്ടടിക്കുകയും പെടലിക്കിട്ടടിക്കുകയൊക്കെ കൈ കൊണ്ട് അടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പം അബോർഷനാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് എന്നെ കൈവണ്ണമുള്ള വടി കൊണ്ട് എൻ്റെ 2 തുടകളും അടിച്ച് ചതക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വയറ്റത്തിട്ട് ചവിട്ടുക ചെയ്തത്. ലോറി ഡ്രൈവറായ ജോഷി ചാലക്കുടിയിൽ വെച്ച് ജസീന്തയെ പരിചയപ്പെട്ട് രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ കന്യാകുമാരി തീവണ്ടി സർവീസ് അനുവദിക്കാൻ ശ്രമം നടത്തിയ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന് അനുമോദനം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനാപുരത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് റെയിൽവേ മന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ച 2 നിർദ്ദേശങ്ങളിൽ ഒന്നിനാണ് ഇക്കഴിഞ്ഞ ബജറ്റിൽ അംഗീകാരം ലഭിച്ചത്. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും എത്തുന്ന തീവണ്ടിക്കായിരുന്നു നിർദ്ദേശം വെച്ചത്. എന്നാൽ നിരവധി നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടപ്പോഴും പുനലൂർ കന്യാകുമാരി പാസഞ്ചർ അനുവദിപ്പിക്കാൻ ശ്രമം നടത്തിയ കൊടിക്കുന്നിൽ സുരേഷിന് അഭിവാദ്യമർപ്പിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം. പത്തനാപുരം ടൌണിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് നേതാക്കളായ ടിനു യോഹന്നാൻ, യു നൌഷാദ്, ഷക്കീം, അനീഷ് മുഹമ്മദ്, പുന്നല ഷൈജു, ഹരീഷ് വാഴത്തോപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഏറ്റവും അവസാനമായി മാവേലിക്കരയ്ക്ക് നൽകിയ സംഭാവനയാണ് പുനലൂർ കന്യാകുമാരി പാസഞ്ചർ ട്രെയിൻ അനുവദിപ്പിച്ചത്. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മാവേലിക്കര പാർലമെന്റ് മണ്ണിൽ നിന്നും വിജയിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. പുനലൂർ കൊല്ലവും പുനലൂർ ചെങ്കോട്ടയും അടക്കമുള്ള ട്രെയിനുകൾ, പുനലൂർ ഗുരുവായൂർ അടക്കമുള്ള ട്രെയിനുകൾ അനുവദിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കര പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമാകുന്നു. ട്രാഫിക് പരിഷ്കരണ നിയമങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാത്തതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള അധികൃതരുടെ ശ്രമങ്ങൾക്ക് ഇനിയും ഫലമുണ്ടായില്ല. നിരവധി തവണ താലൂക്ക് വികസന സമിതി യോഗങ്ങളും ട്രാഫിക് അവലോകന യോഗങ്ങളും ചേർന്നിട്ടും ഗതാഗതക്കുരുക്ക് പഴയതുപോലെ തുടരുകയാണ്. വൺ വേ സംവിധാനം നടപ്പിലാക്കിയെങ്കിലും കാര്യക്ഷമമല്ല. വൺ വേ റോഡിൽ ചരക്ക് വാഹനങ്ങൾ അടക്കമുള്ളവയുടെ പാർക്കിംഗും ഗതാഗതക്കുരുക്കിന് കാരണമാക്കുന്നുണ്ട്. ട്രാഫിക് വാർഡന്മാരുടെ കുറവും വാഹനപ്പെരുപ്പവും പ്രശ്നം സങ്കീർണമാക്കുന്നു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിരവധി തവണ ട്രാഫിക് സംവിധാനത്തിന്റെ പോരായ്മകളെപ്പറ്റി പരാതി ഉയർന്നിരുന്നു. എന്നാൽ വിശദീകരണം നൽകാൻ ട്രാഫിക് ഉദ്യോഗസ്ഥരോ പോലീസോ യോഗത്തിൽ ഹാജരാകാത്തത് വിമർശനത്തിന് ഇടയാക്കി. കൊട്ടാരക്കരയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. കൊല്ലം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പഴയ കൊല്ലം ചെങ്കോട്ട ദേശീയപാത വഴി MC റോഡിൽ പ്രവേശിക്കണമെന്നും ചെറിയ വാഹനങ്ങൾ പുതിയ കൊല്ലം ചെങ്കോട്ട റോഡ് വഴി പോകണമെന്നുമായിരുന്നു നിർദ്ദേശം. ഓയൂർ ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകണം. എന്നാൽ ഈ യോഗ നിർദ്ദേശങ്ങൾ ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വലിയ വാഹനവും പുതിയ കൊല്ലം ചെങ്കോട്ട റോഡ് വഴിയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഇത് പുലമൺ ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. KSRTC സ്റ്റാൻഡിൽ നിന്നിറങ്ങുന്ന വാഹനങ്ങൾ പുലമൺ ജംഗ്ഷനിൽ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കുന്നതും പതിവ് കാഴ്ചയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. CPIയുടെ ജനകീയ യാത്ര ഈ മാസം 15, 16 തീയതികളിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തും. 8 കേന്ദ്രങ്ങളിലായി യാത്രയ്ക്ക് സ്വീകരണം ഏർപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ കൊട്ടാരക്കരയിൽ അറിയിച്ചു. അഴിമതിക്കും വിലക്കയറ്റത്തിനും പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായാണ് ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത്.
15-ന് കൊട്ടാരക്കര മണികണ്ഠൻ ആൽത്തറയിൽ തുടങ്ങുന്ന ജനകീയ യാത്ര CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം C. ദിവാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. 16-ന് ജാഥ കൊട്ടാരക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഴിമതി, വിലക്കയറ്റം, ജനദ്രോഹ നിലപാടുകൾ എന്നിവയിൽ പ്രതിഷേധിച്ചാണ് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPI ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ 8 സ്വീകരണ കേന്ദ്രങ്ങളിലായി 10,000-ഓളം പേർ ജാഥയ്ക്ക് സ്വീകരണം നൽകും. മുല്ലക്കര രത്നാകരൻ MLA, PS സുബാൽ, R. ലതാദേവി, K. രാജു MLA, GS ജയലാൽ MLA, N. അനിരുദ്ധൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കും. പൂവറ്റൂരിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം വാളകത്ത് സമാപിക്കും. CPI സംസ്ഥാന കൌൺസിൽ അംഗം KS ഇന്ദുശേഖരൻ നായർ, ജില്ലാ കൌൺസിൽ അംഗം AS ഷാജി, മണ്ഡലം സെക്രട്ടറി A. മന്മഥൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 16-ാം തീയതി രാവിലെ 9 മണിക്ക് പൂവറ്റൂരിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കും. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി നടക്കുന്ന ഈ സ്വീകരണ സമ്മേളനത്തിൽ 10,000 പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കണം എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഫെബ്രുവരി മാസം 10-നകത്തു തന്നെ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള സംഘാടക സമിതികൾ ചെയ്തു. സംഘാടക സമിതികളുടെ അംഗസംഖ്യ പരിശോധിച്ചാൽ ധാരാളം പ്രവർത്തകർ, ഏതാണ്ട് 300 പ്രവർത്തകർ വരെ പങ്കെടുത്ത സംഘാടക സമിതികളും മണ്ഡലത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. മഴക്കാലപൂർവ്വ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിത്ര ഗ്രാമപഞ്ചായത്തിൽ ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു പരിപാടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. വീടും പരിസരവും വൃത്തിയാക്കണമെന്ന് നിങ്ങളെ ആളുകളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വിരോധം തോന്നിയ ആൾക്കാർ എന്റെ വീടെന്തിനാ നിങ്ങളോട് പറയുന്നതിന്, പക്ഷെ നമ്മൾ മാങ്കോട് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാകേഷ് സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിനി S. അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ യൂണിറ്റുകൾ, ആശാ വർക്കർമാർ, സ്കൂൾ അധ്യാപകർ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കൊതുക് നിവാരണം, മഴക്കുഴി നിർമ്മാണം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. സമിതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ 1 മുതൽ സാനിറ്റേഷൻ ഗ്രാമസഭകൾ ചേരും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണങ്ങളും ഇതോടൊപ്പം നടക്കും. ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികൾ അവരവരുടെ വീടുകളിൽ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളും ശേഖരിക്കും. അംഗൻവാടികൾ, സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയെ പൂർണ്ണമായും ശുചിത്വ യജ്ഞത്തിൽ പങ്കാളികളാക്കി രോഗപ്രതിരോധ പ്രവർത്തനം ഉറപ്പുവരുത്താനാണ് ശ്രമമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കനാലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം 3-ാം ദിവസവും കണ്ടെത്താനായില്ല. കനാൽ തുരങ്കത്തിൽ കുട്ടിയുടെ മൃതദേഹം കുടുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയിൽ പ്രതിഷേധിച്ച് കാണാതായ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചിരട്ടക്കോണം ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. തിങ്കളാഴ്ച വൈകിട്ടാണ് കോട്ടവട്ടം ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയും സ്ഥലംവാസിയുമായ വിനേഷ് ചന്ദ്രനെ കനാലിൽ കാണാതായത്. സഹോദരിക്കൊപ്പം കുടിവെള്ളം ശേഖരിച്ചു മടങ്ങുമ്പോൾ കനാലിൽ കാൽവഴുതി വീഴുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താനായില്ല. തുടർന്ന് 3 ദിവസമായി കുട്ടിക്ക് വേണ്ടി കനാലിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് നടത്തുന്ന തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചിരട്ടകോണം ഭാഗത്തെ 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ തുരങ്കത്തിൽ കുട്ടി കുടുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചുള്ള തിരച്ചിൽ അപകടകരമാണ്. ബുധനാഴ്ച രാവിലെ മുതൽ ഫിഷറീസ് വകുപ്പിന്റെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തിയെങ്കിലും ജീവാപായ ഭീതി കാരണം വൈകിട്ട് ഇവർ പിൻവാങ്ങി. എന്നാൽ അധികൃതരുടെ ഉത്തരവാദിത്തമില്ലാത്ത നിലപാടിലും കുട്ടിയെ കണ്ടെത്താൻ വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് വ്യാഴാഴ്ച വൈകിട്ട് കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചിരട്ടക്കോണത്ത് റോഡ് ഉപരോധിച്ചത്. വാഹനങ്ങൾ കടത്തിവിടാതെ നാട്ടുകാർ രോഷാകുലരായതോടെ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര തഹസീൽദാർ, CI, മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് RDOയും സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തി. വെള്ളിയാഴ്ച നേവിയുടെ മുങ്ങൽ വിദഗ്ധരെത്തി പരിശോധന നടത്തുമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ ശാന്തരായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ചേകം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സപ്താഹയജ്ഞം 5 നാൾ പിന്നിട്ടു. രുക്മിണി സ്വയംവരം പൂജകൾക്കായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്.
സ്വയംവരം ദർശിച്ച് മോക്ഷപ്രാപ്തിക്കായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. രുക്മിണി സ്വയംവര പൂജകൾക്കും ആചാര്യ ദക്ഷിണയ്ക്കും ശേഷം യജ്ഞാചാര്യൻ പള്ളിക്കൽ എം രാജശേഖരൻ പിള്ളയുടെ പ്രഭാഷണം നടന്നു. സപ്താഹ യജ്ഞത്തിന്റെ 6ാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ 11-ന് നവഗ്രഹ പൂജ നടക്കും. 7ാം ദിവസമായ ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മൃത്യുഞ്ജയ ഹോമവും വൈകിട്ട് 3 മണിക്ക് ഭാഗവത സമർപ്പണവും നടക്കും. 3:30-ന് ഭക്തി നിർഭരമായ അപവൃത സ്നാനഘോഷയാത്രയും നടക്കും. ഉത്രം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി 1ാം ദിവസം പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് 7 മുതൽ വെട്ടിക്കവല രവീന്ദ്രനാശാനും സംഘവും അവതരിപ്പിക്കുന്ന ഭാരതക്കളി അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 8:30-ന് നവകപൂജയും വൈകിട്ട് 3 മുതൽ എഴുന്നള്ളത്ത് ഘോഷയാത്രയും നടക്കും. രാത്രി 10:30 മുതൽ തിരുവനന്തപുരം ഉദയകല അവതരിപ്പിക്കുന്ന പാഞ്ചജന്യം എന്ന നാടകീയ നൃത്തശില്പമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളത്തൂപ്പുഴയിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. 5 പേരുടെ നില ഗുരുതരം. ഗർഭമലസിപ്പിക്കാൻ ഭാര്യയ്ക്ക് ക്രൂരമർദ്ദനം. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ. ഭർത്താവിനെ തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടവട്ടത്ത് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം 3ാം ദിവസവും കണ്ടെത്താനായില്ല. രോഷാകുലരായ നാട്ടുകാർ ചിരട്ടക്കോണത്ത് റോഡ് ഉപരോധിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.